ഞാൻ പ്രത്യേകിച്ചാലും അത് ഉത്തരവാദിത്തം പിന്നെ കുട്ടികൾ മാത്രം പിന്നെ തിരുവനന്തപുരത്ത് ഗേൾസ് സ്കൂളിലെ കുട്ടികളാണ്, കൊച്ചുമക്കളാണ്. അവർ മാത്രം ഒരു DD ഒക്കെ കയറാൻ വേണ്ടി പോകും. ആ DD ബാബൻ അദ്ദേഹം എന്ത് വിളിച്ച് വനിതയാണ് പുതിയ അതാവുമ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം, നമ്മളെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതൊന്നും പറയണ്ടേ, ഇപ്പോഴേ പറഞ്ഞു പോയില്ലെങ്കിൽ പിന്നെ അത് പ്രശ്നമല്ലേ. സ്കൂൾ കലോത്സവം എല്ലാ സ്കൂളിലും ഉള്ളതാണ്. ഈ ചോദ്യപേപ്പർ ചോർന്ന സംഭവത്തില് MS സൊല്യൂഷൻസിന് ഒരു കേസൊന്നും എടുത്തിട്ടില്ല. MS സൊല്യൂഷൻസ് ഉണ്ടല്ലോ കോഴിക്കോട്ടെ, ഇതുവരെ അവർക്ക് കേസൊന്നും എടുത്തിട്ടില്ല. നിയമപരമായി ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ഉന്നത ഉദ്യോഗസ്ഥന്മാരെയാണ് ചുമതലപ്പെടുത്തിയിട്ടുള്ളത്. 2 ടീം അവർ രൂപീകരിച്ചിട്ടുണ്ട്. പിന്നെ ആ 2 ടീമും വെവ്വേറെ ചുമതലകളാണ് കൊടുത്തിട്ടുള്ളത്. അതിന്റെ വിശദാംശങ്ങൾ ഞാനിവിടെ പറയുന്നില്ല. അവർ വളരെ ഗൗരവത്തോട് തന്നെ കാര്യങ്ങൾ ചെയ്യുന്നത്. ഇന്നലെയും വന്നു. ഇന്ന് SLCയുടെ കെമിസ്ട്രിയെ സംബന്ധിച്ചിടത്തോളമാണ് പരീക്ഷ. നാളെയാണ് പരീക്ഷ. നമുക്ക് നോക്കാം. അത് പിന്നെ വലിയ വാശിയോടുകൂടി പിന്നെ രാജാവ് വരുന്നു എന്നെല്ലാം പറഞ്ഞിട്ടുള്ള ഒരു പ്രഖ്യാപനമാണ്. അപ്പോൾ അതിന്റെ താഴെ കമന്റ്സുകൾ നോക്കിയാൽ നമ്മുടെ കുട്ടികളെല്ലാം അങ്ങ് പിന്തുണച്ചേക്ക്. ചില കമന്റ്സ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ നേതൃത്വം ഈ MS സൊല്യൂഷൻ നേതൃത്വം കൊടുക്കുന്ന അദ്ദേഹത്തിന് തൊട്ടവന്റെ കൈവിട്ടു എന്നൊക്കെയാണ് പ്രതികരിച്ചിരിക്കുന്നത്. എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പോഴത്തെ അന്വേഷണത്തിൽ അതുകൂടി ഉൾപ്പെടുത്തും അല്ലേ? എല്ലാം ചില മറ്റ് ഈ ട്യൂഷൻ സെന്ററുകളെ കുറിച്ച്, ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളെ കുറിച്ചും പറയുന്നുണ്ട്. അതായത് അവർക്ക് ചോദ്യപേപ്പർ കിട്ടിയത് മറ്റെവരിൽ നിന്നാണ് എന്നൊക്കെ പറയുന്നത്. അതുകൂടി അന്വേഷണ പരിധിയിൽ വരും. എല്ലാം അന്വേഷിക്കും, സകല കാര്യങ്ങളും അന്വേഷിക്കും. ഞങ്ങൾക്ക് കുറച്ച് വിവരങ്ങൾ കിട്ടിയിട്ടുണ്ട് 2 ദിവസമായിട്ട്. അതെല്ലാം അന്വേഷണ ഏജൻസി കൈമാറും. ഇതിനൊരു പ്രശ്നം ഞങ്ങൾ മനസ്സിലാക്കേണ്ടത് SSLCക്കാണ് എല്ലാം നല്ല സെക്യൂരിറ്റി. +1 +2 സെക്യൂരിറ്റി പ്രസിൽ കേരളത്തിൽ പുറത്തിറങ്ങി. ഇത് 1 മുതൽ മറ്റ് ക്ലാസ്സുകളിലെന്ന് പറഞ്ഞാൽ ഇവിടെ സാധാരണ പ്രസിലാണ് ഇരിക്കുന്നത്. പല ഘട്ടങ്ങളിലാണ് ഘട്ടങ്ങളിലൂടെയാണ് ഇത് കുട്ടികൾ എടുത്തത്. അപ്പൊ അത് പിന്നെ SLCയുടെ ആണെങ്കിൽ അന്ന് രാവിലെ മാത്രമേ അരമണിക്കൂർ മുമ്പ് മാത്രമേ സ്കൂളുകളിൽ എത്തുകയുള്ളൂ. ആ സീല് പൊട്ടിക്കുകയുള്ളൂ. ഇതാണ് നടപടിക്രമമൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് മുമ്പ് ഇതൊരു പിന്നെ കുട്ടികൾക്ക് പരീക്ഷ എഴുതുന്നതിന് വേണ്ടിയുള്ള പ്രാക്ടീസിന് വേണ്ടിയും കുട്ടികളെ പഠിക്കുന്നതിന് വേണ്ടിയും ഉണ്ടായതല്ലേ. അങ്ങനെയല്ലേ നമ്മളുടെ പരീക്ഷയും ഓണ പരീക്ഷയും ക്രിസ്മസ് പരീക്ഷയും പിന്നെ മോഡൽ പരീക്ഷയ്ക്ക് അങ്ങനെ തന്നെയായിരുന്നു. അതിനുശേഷമാണ് ഇത് ജില്ലാടിസ്ഥാനത്ത് ക്വസ്റ്റ്യൻ പേപ്പറാണ്. അതിനുശേഷമാണ് സംസ്ഥാന അടിസ്ഥാനത്തിൽ ഇത് ആയത്. അപ്പോൾ അത് സംസ്ഥാന അടിസ്ഥാനത്തിലായെങ്കിലും ഇത് ചോർന്നത് ഒരു വല്ലാതെ പറയുന്നില്ല. പക്ഷെ ഈ ചോർത്തി വീണ്ടും വെല്ലുവിളിച്ചുകൊണ്ട് ഈ കാര്യങ്ങൾ വീണ്ടും പറയുന്ന ഈ പ്രതിസ്ഥാനത്ത് നിന്നിപ്പോ എല്ലാവരും പറയപ്പെടുന്ന വ്യക്തി മനസ്സിലാക്കണം, അത് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു സമൂഹത്തെ ആക്കുന്നതിന് വേണ്ടിയുള്ള നടപടിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ വെല്ലുവിളിയൊക്കെ ഒരു രാജ്യദ്രോഹത്തിന് തുല്യമാണ്. ആ കാര്യം അവർ മനസ്സിലാക്കിയിരിക്കുന്നത്. ചെയ്യുന്നതിന് കാരണമാകുന്ന നിയമ നടപടി വൈകുന്നത് കൂടി നമുക്ക് ഈ നിയമ നടപടിയും കോടതിയിൽ പോകലും അതിന്റെ മറ്റു നടപടികളൊക്കെ ഭാഗങ്ങൾ കുറച്ച് സമയം എടുക്കാൻ വേണ്ടിയുള്ളൂ. ആ സമയം പാലിച്ചില്ലെങ്കിൽ പിന്നെ അതും ബുദ്ധിമുട്ടായി വരുന്നത്. തെറ്റ് ചെയ്തു എന്ന് കണ്ടെത്തിയിട്ട് FIR കടന്നിട്ടില്ലല്ലോ. അത് ഇടും, അതിൽ വേദനമുണ്ട്. അവർക്ക് അതിൻ്റെതായ കാര്യം ഉണ്ടാവുമല്ലോ. ഇത് സാധാരണ ഒരു പരാതി അല്ലല്ലോ, കാരണം വിദ്യാഭ്യാസ വകുപ്പ് തന്നെ ഒരു പരാതി കൊടുക്കുന്നതാണ്. അപ്പൊ അതിന്റെ ഗൗരവത്തിൽ കുറച്ച് സ്പീഡപ്പ് ചെയ്യല്ലേ വേണ്ടത്. ഗവൺമെന്റ് എടുത്തിട്ടുണ്ട്. അത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സീരിയസ് എടുത്തിട്ടുണ്ട്. നമുക്കത് ഒരാഴ്ചയും കാണാം. പക്ഷെ ഒറ്റ കാര്യം, ഈ ചോദ്യപേപ്പറിന്റെ സുരക്ഷ വലിയ ചർച്ചയായി. ഈ 10ാം ക്ലാസ് പരീക്ഷ മാത്രമാണ് ഇപ്പോൾ ട്രഷറിയിൽ പൂട്ടി അങ്ങനെയൊക്കെ സൂക്ഷിക്കുന്നുള്ളൂ. ഈ മറ്റേ +2 അതിലും വലിയ പ്രധാനപ്പെട്ട ഒരു പരീക്ഷയാണ്. അവരിപ്പോഴും സ്കൂളിലാണ് സൂക്ഷിക്കുക. അത് സുരക്ഷാ പ്രശ്നം ഉണ്ടാക്കും. അതിന്റെ കാര്യം ഒന്ന് ആലോചിക്കുന്നുണ്ട്. നമ്മുടെ സംവിധാനങ്ങളുടെ കുറവുണ്ട്, ട്രഷറിയിൽ അസൗകര്യത്തിന് കുറവുണ്ട്. നമുക്ക് എന്തായാലും ഈ പറഞ്ഞ ശ്രദ്ധ വേണ്ടതാണ്. നമ്മുടെ ഈ സുരക്ഷയ്ക്ക് വേണമെങ്കിൽ ആർക്കോടെ രാത്രി ഇറങ്ങി അടിച്ചു പൊളിച്ചെടുത്തിട്ട് പോവാം. തീരുമാനിച്ചിറങ്ങിയാൽ
സ്കൂളിൽ ഹെഡ് മാസ്റ്റർ പാവപ്പെട്ട രാത്രി കാവൽ കിടന്നാൽ അയാളെ പിടിച്ച് കെട്ടിയിട്ടിട്ട് എടുത്തിട്ട് പോയല്ലോ. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഒന്ന് ശ്രദ്ധിക്കുന്നുണ്ട്. ട്രഷറി വെക്കാൻ മാർഗമൊന്നുമില്ലല്ലേ? ട്രഷറി കുറവാണല്ലോ. നമുക്ക് നോക്കാം കുറച്ചുകൂടെ സംവിധാനം. ഇനിയിപ്പം നിങ്ങളെക്കാൾ പെൻഷൻ എനിക്കാണല്ലോ പരീക്ഷ തീരുന്നത്. എന്താ നാളെ കൂടെ തീരുമല്ലേ പരീക്ഷ? മറ്റെന്തായാലും നമുക്ക് സമാനമാവും. അല്ലല്ല, പരസ്യം സ്കൂളുകൾ തമ്മിലുള്ള മത്സരം. നിർത്തിയില്ല, ബോർഡ് വയ്ക്കാനും നിർത്തിയില്ല. കളക്ടർ രക്ഷാധികാരിയാണെങ്കിലും അവർ സമ്മതിക്കില്ലല്ലോ കോടതി വിജയിക്കും. എത്രയോ വേണ്ട, നമ്മുടെ കുട്ടികളല്ലേ എന്റെ പേജിൽ മുഴുവൻ കുഞ്ഞുങ്ങളുടെ ഡാൻസും പാട്ടും ഒക്കെ നിറഞ്ഞിരിക്കുകയാണ്. നമ്മൾ 1000 രീതികൾ തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ആലോചിക്കുന്നത്. 1000-ത്തിലധികം വരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അത് സ്കൂളുകൾക്കുള്ള ഒരു മത്സരം പോലെയാണ്. സ്കൂളുകളെ നമ്മുടെ ഡിജിറ്റൽ അംബാസഡർമാരായിട്ട് പരിഗണിച്ചുകൊണ്ട് അതിൽ ഏറ്റവും മികച്ച ഡിജിറ്റൽ അംബാസഡറായിട്ട് പ്രവർത്തിക്കുന്ന സ്കൂളുകൾക്ക് സമ്മാനം കൊടുക്കും. 30 സെക്കൻഡ് ദൈർഘ്യമുള്ള റീലുകൾ അധ്യാപകർക്കും കുട്ടികൾക്കും ചേർന്ന് തയ്യാറാക്കി നമ്മൾ അതിനുവേണ്ടി ഒരു പ്രത്യേക ഗൂഗിൾ ഡ്രൈവ് ഉണ്ടാക്കും. ആ ഡ്രൈവിലേക്ക് അവർ അയക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യും. ഇതിനുവേണ്ടി പ്രത്യേകമായ സോഷ്യൽ മീഡിയ ഹാൻഡിൽസ് ഉണ്ടാക്കും. ബഹുമാനപ്പെട്ട മന്ത്രിയുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലും അത് പോസ്റ്റ് ചെയ്യും. ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയ റെസ്പോൺസ് കിട്ടുന്നതിന് ഒരു പോയിന്റിംഗ് സമ്പ്രദായം ഉണ്ടാക്കിയിട്ടുണ്ട്. അതനുസരിച്ച് ഏറ്റവും കൂടുതൽ പോയിന്റ് കിട്ടുന്ന സ്കൂളുകൾക്ക് 1, 2, 3 സമ്മാനങ്ങളും പ്രോത്സാഹന സമ്മാനങ്ങളും ജില്ലാടിസ്ഥാനത്തിൽ കൊടുക്കുന്നതായിരിക്കും. മതിയോ? എല്ലാവർക്കും നന്ദി.